ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചെമ്പരത്തി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഏറ്റവും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജ്യൂസാണ്. അതിനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെമ്പരത്തി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇതളുകൾ ഇതുപോലെ പറിച്ചെടുക്കാം. ബാക്കി വേസ്റ്റ് ഒഴിവാക്കാം. നമുക്ക് ഇതളുകൾ മാത്രം മതി. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഇതളുകളും ഞാൻ പറിച്ചെടുക്കുകയാണ്. ആ നേരം കൊണ്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതളുകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കാം. കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് നന്നായി തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ തിളച്ച് വന്ന് ഈ ഒരു വയലറ്റ് കളറാകുമ്പോൾ നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. കണ്ടില്ലേ ചെമ്പരത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ? ഈ ഒരു ലെവലെത്തുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം ഇതിലേക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങ ചേർക്കുമ്പോൾ ഈ വെള്ളം ഒരു റെഡ് കളറാവും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഈ നമുക്ക് ഇതിൽ ചെറുനാരങ്ങയുടെ കുരുപെടാത്ത രീതി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം എത്ര പേർക്കാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ചെമ്പരത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിയായ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.